കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചന തെളിവുകൾ പോലീസിന് ലഭിച്ചു. ആക്രമിക്കാൻ പദ്ധതിയിട്ടത് 62 പേർ ഉൾപ്പെട്ട ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലാണ്. പിടിച്ചെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കേസിൽ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായി. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും എന്നാൽ സർക്കാർ പ്രതിനിധികൾ എത്താത്തതിൽ നിരാശയുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. കൊലപാതകത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിൽ തുടരുന്ന അന്വേഷണമാണ് 6ാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലെത്തിച്ചത്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉടൻ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയ ഷഹബാസിന്റെ കുടുംബം സർക്കാരിൽ നിന്നും ആരും ഇതുവരെയും ബന്ധപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു എന്താണോ ഉചിതമായ ഒരു തീരുമാനം, അത് ഏതാണോ കുറ്റവാളി അവരെ നമുക്ക് മാതൃകാപരമായി ശിക്ഷിച്ച് അതിന് നീതി എന്താണോ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ടീം ഹെർമിലൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നടന്ന അക്രമ ആഹ്വാന ചർച്ചകളിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഇതിന്റെ പരിശോധനാ ഫലം കൂടി വരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകും. ഷഹബാസ് കൊലപാതകത്തിൽ നിലവിൽ പിടിയിലായ 6 വിദ്യാർത്ഥികൾക്ക് പുറമെ കൂടുതൽ വിദ്യാർത്ഥികൾ പിടിയിലാകുമെന്നാണ് സൂചന. SSLC പരീക്ഷ നടക്കുന്നതിനാൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായത് മാളിലെ CCTV ദൃശ്യങ്ങളാണ്. മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പ്രതികളെത്തിയത് ഒരു മാളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. പോലീസിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, അതിൽ ഇപ്പോൾ പിടിയിലായതും ഇനി ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതുമായ പ്രതികൾ, അവർ വിദ്യാർത്ഥികളാണ്. പ്രതികൾ എന്ന് പറയുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇനിയും പിടിയിലാകാനുള്ളവരുമൊക്കെ ഈ ദൃശ്യങ്ങളിലുണ്ടല്ലോ. നമ്മൾ നൽകുന്നില്ലെങ്കിലും രാഹുൽ അത് കണ്ടതാണല്ലോ. അതെ വിജയകുമാർ, അതായത് ആ സ്വകാര്യ മാളിലെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത്. അതായത് വ്യാഴാഴ്ച വൈകിട്ട് 6:40 ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കുന്നത്. അതിനുശേഷം 6:50 ഈ മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഈ വിദ്യാർത്ഥികൾ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. 10ഓളം വിദ്യാർത്ഥികളാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കറുപ്പ് ഷർട്ട് ധരിച്ച വിദ്യാർത്ഥികളാണ്. അവർ ആ പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോഴും അത്ഭുതമായി തോന്നുന്നത് വിജയകുമാർ, ആ വിദ്യാർത്ഥികളുടെ പക അപ്പോഴും തീരുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്ന് അവർ ആംഗ്യങ്ങളിലൂടെ പരസ്പരം പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുകയാണ്. അപ്പോഴും ആ കലി തീരാഞ്ഞിട്ടാണ് വീണ്ടും അവിടുന്ന് സംഘടിച്ച ശേഷം വീണ്ടും സംഘർഷം ഉണ്ടാക്കാനായി അവിടുന്ന് പോകാനായി തയ്യാറെടുക്കുന്നത്. അപ്പോഴാണ് ആ മാളിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽ ഈ വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുന്നതായി കാണുന്നത്. അതിനുശേഷം ആ ജീവനക്കാരാണ് ആ വിദ്യാർത്ഥികളെ അവിടെ നിന്നും പിന്തിരിപ്പിച്ച് മറ്റിടങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, അവിടെ ഈ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ കയ്യിലെടുത്ത ശേഷമാണ് മറ്റിടങ്ങളിലേക്ക് അവർ സംഘർഷം ഉണ്ടാക്കാനായി പോകുന്നത്. അതാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇടപെട്ട ശേഷം അവരെ പിന്തിരിപ്പിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുള്ളത്. 6 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ പ്രകാരം 10ഓളം വിദ്യാർത്ഥികൾ ആ ദൃശ്യങ്ങളിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും, കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീകരമായ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടാത്തത് വിജയകുമാർ. യെസ്, മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച ശേഷം ഈ പ്രതികൾ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥികൾ അവരെത്തിയത് ഒരു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. പോലീസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആ ദൃശ്യങ്ങൾ 24 പുറത്തുവിടുന്നില്ല. പക്ഷേ ഈ പോലീസിൻ്റെ അന്വേഷണത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ ദൃശ്യങ്ങളിലുണ്ട്. പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ അത് നിർണായക തെളിവായി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട്ട് നിന്ന് നൽകിയത്.